സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യാമെന്ന സർക്കുലർ നടപ്പാക്കാൻ ഒരുപാട് കടമ്പകളാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ കൂടുതൽ രജിസ്ട്രേഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സബ് RTO ഓഫീസുകൾ അപ്രസക്തമാകുമെന്ന ആശങ്കയുണ്ട്. സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാൻ NIC അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, യഥാർത്ഥത്തിൽ അപ്പോൾ ഇത് നടപ്പാക്കാൻ പറ്റാത്തൊരു പദ്ധതിയായി മാറുമോ? വലിയ കടമ്പകളുണ്ട്. ഇന്ന് തന്നെയാണ് ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയത്. പക്ഷേ ഇത് നടപ്പാക്കണമെങ്കിൽ നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കേരളത്തിൽ തന്നെ 86 കേന്ദ്രങ്ങളുണ്ട്. അതായത് ജില്ലാ RTO ഓഫീസുകൾ, റീജിയണൽ RTO ഓഫീസുകൾ, അതുകൂടാതെ സബ് RTO ഓഫീസുകൾ. സബ് RTO ഓഫീസുകൾ പ്രാദേശികമായി കേന്ദ്രീകരിച്ച് 67 എണ്ണമുണ്ട്. ഈ രീതിയിൽ വളരെ വിശാലമായ RTO ഓഫീസുകളാണുള്ളത്. അവിടെയെല്ലാം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇത് കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വാഹനം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ജില്ലാ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഒരുപക്ഷെ തിരുവനന്തപുരം എടുത്തുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് KL01 എന്ന നമ്പർ കിട്ടാൻ വേണ്ടി കൂടുതൽ പേർ ആഗ്രഹിക്കും. സ്വാഭാവികമായി തിരുവനന്തപുരം ജില്ലാ കേന്ദ്രങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും അവരുടെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി അപേക്ഷകൾ നൽകും. സ്വാഭാവികമായി സബ് RTO ഓഫീസുകൾ അപ്രസക്തമാകും. ആ സാഹചര്യത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരു വർക്ക് ലോഡ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉയരുകയും ചെയ്യും. കൃത്യമായി ഈ രജിസ്ട്രേഷൻ നമ്പറുകൾ നൽകി പോകാനും കഴിയില്ല. അതൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. രണ്ടാമത്തേത്, ഇതൊരു കേന്ദ്ര സോഫ്റ്റ്വെയറുമായി, അതായത് പരിവാഹൻ സോഫ്റ്റ്വെയറുമായും എല്ലാം ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്തിൻ്റെ രജിസ്ട്രേഷൻ സംവിധാനവും. അതുകൊണ്ട് തന്നെ കേരളത്തിന് സ്വന്തം നിലയിൽ ഇതിനൊരു സോഫ്റ്റ്വെയർ തയ്യാറാക്കി രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ട് പോകാനായില്ല. അതുകൊണ്ട് തന്നെ ആദ്യം NICയുടെ അംഗീകാരം വാങ്ങണം. അതിന് ഒരു പ്രപ്പോസൽ തയ്യാറാക്കണം. ഈ പ്രപ്പോസൽ തയ്യാറാക്കി NIC അംഗീകാരം ലഭിച്ചില്ല എങ്കിൽ അത് വീണ്ടും ഒന്നുകൂടി പരിഷ്കരിച്ച് വീണ്ടും ഇത് സമർപ്പിക്കേണ്ടി വരും. അതാണ് രണ്ടാമത്തെ കടമ്പ. എന്തായാലും നിലവിൽ ആലോചന രാജ്യത്ത് BH മോഡൽ എന്ന ഒരു പ്രത്യേക നമ്പർ പ്ലേറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഒരു BH മാതൃകയിൽ കേരളത്തിൽ ഒരു പ്രത്യേക ശ്രേണിയിലുള്ള നമ്പർ പ്ലേറ്റുകൾ ക്രമീകരിക്കാൻ കഴിയുമോ, രജിസ്ട്രേഷൻ നടത്താൻ കഴിയുമോ എന്നുള്ള ആലോചനയെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ കടമ്പകൾ വളരെ വലുതാണ്. വളരെ വേഗത്തിൽ ഇത് നടപ്പാക്കിയെടുക്കാൻ കഴിയില്ല. നിലവിൽ ഇപ്പോൾ സർക്കുലർ ഉണ്ടെങ്കിൽ പോലും നാളെയോ മറ്റന്നാളോ ഒന്നും ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എനിക്കിവിടെ വാഹനം രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള സാങ്കേതിക ക്രമീകരണങ്ങൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല. എന്തായാലും 1-2 മാസമെല്ലാം എടുത്താൽ പോലും ഇത് പൂർണ്ണതോതിൽ നടപ്പാക്കാനാകുമോ എന്നുള്ള സംശയവും ഇവിടെ നിൽക്കുന്നുണ്ട്. SKN. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാം എന്ന തീരുമാനം കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടായിരുന്നു. അപ്പോൾ അത് നടപ്പാക്കാൻ കഴിയട്ടെ. കടമ്പകളൊക്കെ നമ്മൾ കടന്നു ചാടണം. ഓരോ പരിഷ്കാരം വരുമ്പോൾ ഒരുപാട് കടമ്പകൾ വരും. കടമ്പകളൊക്കെ വെട്ടിമാറ്റി മുന്നോട്ട് പോകാൻ കഴിയട്ടെ മോട്ടോർ വാഹന വകുപ്പിന്.